എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് മേടം ലഗ്നത്തിൽ മറ്റു ഗ്രഹങ്ങളായ കുജൻ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി എന്നിവ നിന്നാലുള്ള ഫലങ്ങളാണ്. നമ്മൾ ഈ ഗ്രഹങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങളും വൈഷമ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മേടം ലഗ്നമായിട്ട് ചൊവ്വ വന്നാൽ ഗ്രഹകലഹം, ശത്രുബാധ, അവിചാരബുദ്ധി, ക്ഷമക്കുറവ് കൊണ്ട് ഈർഷ്യത ഇത്യാദികൾക്കും സാധ്യതയുണ്ട്. ബുധൻ സൂര്യ യോഗത്തോടെ നിന്നാൽ രാത്രികാലങ്ങളിൽ ഉണർന്നിരിക്കാനുള്ള പ്രവണതയുണ്ടാവും. അത് കഴിവതും ഒഴിവാക്കണം. മാത്രമല്ല അത്യുച്ചത്തിൽ പറഞ്ഞു പഠിക്കുവാനും ശ്രമിക്കരുത്. പിന്നെ വ്യാഴം മേടം ലഗ്നമായി വന്നാൽ രക്തവികാരം ഉണ്ടാകുന്നതിനാൽ ശുദ്ധിക്ക് വേണ്ടിയുള്ള ഉപായങ്ങൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ശുക്രൻ മേടലഗ്നമായിട്ട് വന്നാൽ സുഗന്ധമുള്ളതും സൗന്ദര്യവർദ്ധകവുമായ ഈ തൈലപ്രയോഗം ദോഷമായി ഭവിക്കുമെന്ന് പറയുന്നുണ്ട്. ശനിയാണ് മേടലഗ്നമായി വരുന്നതെങ്കിൽ ശീതസംബന്ധമായ രോഗങ്ങളും മോഹാലസ്യം, ബധിരത, മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കർണസംബന്ധ രോഗങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകുന്നതാണ്. തണുപ്പുള്ള കാലാവസ്ഥയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇത് ഈ മേടം ലഗ്നത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ വന്നു ഭവിക്കാറുള്ള സാധാരണ ഭാവഭേദങ്ങളും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അരിഷ്ടതകളും അസുഖങ്ങൾക്കുമൊക്കെയുള്ള യോഗം ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ ഈ മേടം രാശിയെ സംബന്ധിച്ച് ഞാനിവിടെ പറഞ്ഞത്. അടുത്ത തുടർച്ചയായിട്ടുള്ള എപ്പിസോഡുകളിൽ അടുത്ത ഗ്രഹങ്ങളും അടുത്ത ഓരോ രാശികളെ പറ്റിയും പറയുന്നതായിരിക്കും. അതുവരെ ഹരിയും ഹരിയും ഹരിയും.